കെ സുരേന്ദ്രന്റെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു. കാരണം BJPയുടെ ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് ഈ അറസ്റ്റ് തന്നെ പറയേണ്ടി വരും. പല ഉന്നതരെയും ഒടുവിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് BJPയുടെ ഒരു ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായി തന്നെയാണ്. എന്തായാലും CPM കൂടുതൽ അഴിയാക്കുരുക്കിലേക്ക് പോവുകയല്ലേ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ തന്നെ അറസ്റ്റിലാകുന്ന ഈ ഒരു വേളയിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? തീർച്ചയായിട്ടും എൻവാസുവിന്റെ അറസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ എൻവാസു മാത്രമല്ല ഇത് നടത്തിയിരിക്കുന്നത്. എൻവാസു, കടകംപള്ളി സുരേന്ദ്രൻ ഡയറക്റ്റ് പിണറായി വിജയനിലേക്ക് പോകുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് അന്വേഷണ സംഘം ശരിയായ നിലയിൽ പരിശോധിച്ചാൽ ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് പോകും. എൻവാസുവും കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എൻവാസുവിൽ ഈ കേസ് അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് എൻവാസുവിൽ അവസാനിച്ചാൽ ഈ കേസ് എവിടെയും എത്തില്ല. എൻവാസു മാത്രമല്ല, ഇതിൽ കടകംപള്ളിയുണ്ട്, പിണറായി ഉണ്ട്, പിന്നീട് വന്ന വാസവനുണ്ട്. അതിലേക്കെല്ലാം അന്വേഷണം പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അന്വേഷണം പോകണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഇത് ഏതാനും ഉദ്യോഗസ്ഥനോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രം നടത്തുന്ന അഴിമതിയല്ല. ഇത് രാഷ്ട്രീയ അഴിമതിയാണ്. ഇത് AKG സെന്റർ പ്ലാൻ ചെയ്ത അഴിമതിയാണ്. ഇത് ക്ലിഫ് ഹൗസ് പ്ലാൻ ചെയ്ത അഴിമതിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. അവിടേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ശ്രീ കെ സുരേന്ദ്രൻ, ഇപ്പോൾ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അതൊരു വൈകി നടത്തിയൊരു അറസ്റ്റാണ്. മാത്രമല്ല ഇതൊരു തെളിവുകളൊക്കെ മായ്ച്ചു കളയാനുള്ള ഒരു ഗൂഢതന്ത്രമായി കൂടി ഈ അറസ്റ്റിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ലേ കെ സുരേന്ദ്രൻ? തീർച്ചയായിട്ടും ഇത്രയും ദിവസം വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് പല തെളിവുകളും നശിപ്പിക്കാനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹൈക്കോടതി ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടും ഈ അന്വേഷണം മറ്റുള്ളവരിലേക്ക് പോവാതിരിക്കാൻ ശ്രമിച്ചാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. വരും ദിവസങ്ങളിൽ BJP ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ ഒരുങ്ങുന്നത്? അല്ല, ഞങ്ങൾ രണ്ട് ആസ്പെക്ടിലാണ് ഇതിനെ കാണുന്നത്. ഒന്ന്, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ചെറുത്തുനിൽപ്പ്. ഞങ്ങൾ വ്യാപകമായ ഒപ്പുശേഖരണം നടത്തി ഇതിനകത്ത് നിഷ്പക്ഷവും നീതിപൂർണവുമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് കേന്ദ്രത്തെയും സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് നീതിന്യായ വഴികളിൽ ഇതിനകത്ത് സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങൾ തെറ്റായ രീതിയിലാണെങ്കിൽ നിയമത്തിന്റെ വഴിയിൽ പോകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇക്കാര്യത്തിൽ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. നന്ദി കെ സുരേന്ദ്രൻ, ഈ അവസരത്തിൽ ജനം TVയോട് പ്രതികരിച്ചതിന്.